ഹായ് എവ്രിവൺ, ബിസിനസ് ബസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു ബിസിനസ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഇന്ത്യ പോസ്റ്റുമായി ടൈപ്പ് ചെയ്ത് ഒരു സ്പീഡ് പോസ്റ്റ് അക്കൗണ്ട് ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പലർക്കും ഉള്ളൊരു സംശയമാണ് എങ്ങനെയാണ് COD ഓർഡേഴ്സ് നമുക്ക് ഇന്ത്യ പോസ്റ്റ് ത്രൂ ഒക്കെ അയക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത്. അപ്പോൾ അതെല്ലാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് സ്പീഡ് പോസ്റ്റ് എന്നുള്ളത് പറയാം. നമുക്ക് അർജൻറ്റായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്ററായിട്ട് എങ്ങനെ ഇന്ത്യ പോസ്റ്റ് ത്രൂ ഡെലിവറി ചെയ്യാമെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ആൻസർ ഉള്ളൂ, അത് സ്പീഡ് പോസ്റ്റ് ആണ്. അപ്പോൾ സ്പീഡ് പോസ്റ്റ് ത്രൂ അയക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഗുഡ്സൊക്കെ ഓൺലൈനായിട്ട് ട്രാക്ക് ചെയ്യാം. അതിന് പുറമെ ക്യാഷ് ഓൺ ഡെലിവറി സർവീസ് ഇ-കൊമേഴ്സ് ബിസിനസ്സുകൾക്ക് ഇന്ത്യ പോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല പ്രൊഡക്റ്റ് ഡെലിവറിയുടെ ഇൻഫർമേഷൻ SMS ആയിട്ട് ലഭിക്കുകയും ചെയ്യും. കസ്റ്റമേഴ്സിന് അവർ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ അവൈലബിൾ ആവുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ ഡയറക്റ്റ് ചെന്ന് സ്പീഡ് പോസ്റ്റ് വഴി കൊറിയേഴ്സ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിന് പുറമെ ബൾക്കായിട്ട് കൺസൈൻമെൻറ്റ്സ് അയക്കേണ്ടി വരുന്ന ബിസിനസ്സുകൾക്ക് ഇന്ത്യ പോസ്റ്റ് ഓഫർ ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സർവീസാണ് സ്പീഡ് പോസ്റ്റിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് സർവീസ്. ഈ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ബിസിനസ് സൊല്യൂഷൻസിൻ്റെ താഴെ വരുന്ന സ്പീഡ് പോസ്റ്റിൻ്റെ ഒരു സർവീസാണിത്. ഇതിനകത്ത് വരുന്ന ഒരു ഓപ്ഷനാണ് ബുക്ക് നൗ പേ ലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. അതായത് ഇന്ത്യ പോസ്റ്റിൽ ബിസിനസ് ചെയ്യുന്നവർക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യാണ് സ്പീഡ് പോസ്റ്റിൽ കൊറിയേഴ്സ് അയക്കാനായിട്ടുള്ള ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് സിസ്റ്റം. ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക, ഇതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വഴിയേ പറയാം. ആദ്യം ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് മെൻഷൻ ചെയ്യുന്നത്. ബൾക്കായിട്ട് കൺസൈൻമെൻറ്റ്സ് അയക്കേണ്ടി വരുന്ന ഇന്ത്യ പോസ്റ്റിൻ്റെ ഒരു കസ്റ്റമറിന്, അതായത് ഒരുപാട് ഓർഡേഴ്സൊക്കെ അയക്കേണ്ടി വരുന്ന ബിസിനസ്സുകൾക്കൊക്കെ ഇന്ത്യ പോസ്റ്റ് ഓഫർ ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് ക്രെഡിറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ബൾക്ക് കസ്റ്റമർ എന്നോട് ഉദ്ദേശിക്കുന്നത് ചുരുങ്ങിയത് ഒരു മാസം 10,000 രൂപയുടെ സ്പീഡ് പോസ്റ്റ് കൺസൈൻമെൻറ്റ്സെങ്കിലും അയക്കുന്ന കസ്റ്റമറിനെയാണ് അവരൊരു ബൾക്ക് കസ്റ്റമർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബിസിനസ്സുകൾക്ക് അവരുടെ കൺസൈൻമെൻറ്റ്സ് അയക്കുമ്പോൾ തന്നെ പേയ്മെൻറ്റ് കൊടുക്കണം എന്നില്ല. അതിനുശേഷം അതായത് അവർക്ക് ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ക്രെഡിറ്റ് ഫെസിലിറ്റി അവൈൽ ചെയ്തുകൊണ്ട് കൺസൈൻമെൻറ്റ്സ് അയക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ഒരു ഫോം ഉണ്ട്. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവരത് അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ പോസ്റ്റുമായിട്ടുള്ള ഈ ഒരു അഗ്രിമെൻറ്റിൻ്റെ പുറത്ത് അവർക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി അവൈൽ ചെയ്തുകൊണ്ട് തന്നെ സ്പീഡ് പോസ്റ്റ് കൺസൈൻമെൻറ്റ്സ് അയക്കാവുന്നതാണ്. നമ്മുടെ ഫോം ഇന്ത്യ പോസ്റ്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ബാങ്ക് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റിയിൽ കൺസൈൻമെൻറ്റ്സ് അയക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇന്ത്യ പോസ്റ്റുമായിട്ടുള്ള ഈ ഒരു കോൺട്രാക്റ്റ് 1 ഇയറിൻ്റെ ഫ്രെയിമിലാണ് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം അത് റിന്യൂ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. ഈ ഒരു സ്കീമിനെയാണ് ബുക്ക് നൗ പേ ലേറ്റർ, അതായത് ഇപ്പോൾ ബുക്ക് ചെയ്യും പിന്നീട് പേ ചെയ്യാം എന്നുള്ള ഒരു സ്കീം ഇന്ത്യ പോസ്റ്റ് ഓഫർ ചെയ്യുന്നത്. ഇതിൻ്റെ ബില്ല് പെർ മന്താണ് അവർ ജനറേറ്റ് ചെയ്യുന്നത്. ഒരു മാസം കഴിയുമ്പോൾ അടുത്ത മാസം 7-ാം തീയതിയോട് കൂടിയിട്ടാണ് അവർ ബില്ല് റേസ് ചെയ്യുന്നത്. മാസാവസാനത്തിലോ അതിന് മുമ്പോ ആയിട്ട് ഈ ബില്ല് നമ്മൾ പേ ചെയ്തിരിക്കണം. ഇനി ഇൻ കേസ് ഈ ഒരു ഡ്യൂ ഡേറ്റോട് കൂടി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു പെനാൽറ്റി, അതായത് 12% പെർ ആനം ആയിട്ടുള്ള പെനാൽറ്റിയാണ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇത് സ്പീഡ് പോസ്റ്റ് സർവീസ് എടുക്കുന്ന ബൾക്ക് കസ്റ്റമറിന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു സ്കീമാണ് ബുക്ക് നൗ പേ ലേറ്റർ എന്ന് പറയുന്നത് ഈ ഒരു സ്കീം. ഇനി അതല്ലാതെ ഫുൾ പേയ്മെൻറ്റ് നടത്തിക്കൊണ്ട് തന്നെ സ്പീഡ് പോസ്റ്റ് ആർട്ടിക്കിൾസ് സെൻഡ് ചെയ്യണം എന്ന് താല്പര്യപ്പെടുന്ന ബൾക്ക് കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ അവർ കൺസൈൻമെൻറ്റ്സ് അയക്കുകയാണ് സ്പീഡ് പോസ്റ്റ് ത്രൂ എന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇന്ത്യ പോസ്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. ഹായ് ആന്റി. മോളോ വാ. എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷം? ആന്റി എനിക്ക് പ്രൊമോഷൻ കിട്ടി. മോളെ സീറ്റ്സ് മാത്രം പോരാട്ടോ. എല്ലാവർക്കും ഇപ്പൊ സന്തോഷമായി ഉണ്ടാവൂലേ? എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് ആന്റി. എന്താ ആന്റി പ്രശ്നം? എത്ര കാലായിന്ന് മോളെ ഇയർ ബാലൻസിന്റെ പ്രശ്നവും ഉറക്കക്കുറവും? ഇതാണോ ആന്റി പ്രശ്നം? ഇത് ഞങ്ങളെ യൂത്തിനെ ബാധിക്കുന്ന പ്രശ്നല്ലേ? ഞങ്ങളുടെ കയ്യില് ഈ ഉറക്കക്കുറവിനെയും സ്ട്രെസ്സിനെയും ഇയർ ബാലൻസിനെയും മാറ്റുന്ന ഒരു മാജിക് ഉണ്ട്. ആ മാജിക്കിന്റെ പേരാണ് ഭ്രമണാന്തു ഓയിൽ. 15-20 തുള്ളി വരെ ഭ്രമണാന്തു നെറുകയിൽ തേച്ച് പിടിപ്പിക്കുക. 20 മിനിറ്റിന് ശേഷം കോട്ടൺ വെച്ച് തുടച്ചു കളയുകയോ വാഷ് ചെയ്ത് കളയുകയോ ചെയ്യുക. 100% നാച്ചുറൽ ആയുർവേദിക് പ്രോഡക്റ്റ്. ഇനി യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിച്ചറിയൂ. ഇനി
ഈ അക്കൗണ്ട് എടുക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ഓപ്ഷനാണ് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ. അപ്പോൾ നമ്മുടെ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് അവർക്കത് ഡെലിവറി ചെയ്യപ്പെടുന്ന സമയത്ത്, അതായത് അവരത് റിസീവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓർഡറിൻ്റെ ക്യാഷ് പേ ചെയ്യുന്ന രീതിക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സർവീസ് ഉപയോഗിക്കാവുന്നതാണ്. അതിനാണ് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ എന്ന് പറയുന്നത്. പരമാവധി 50,000 രൂപ വരെ ഓർഡർ വാല്യൂ വരുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് നമുക്ക് ഇന്ത്യ പോസ്റ്റിൽ COD ആയിട്ട് അയക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ ഡെലിവറി ചെയ്ത കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യപ്പെടുന്ന ക്യാഷ് നമുക്ക് പേയ്മെൻറ്റ് വഴി ഇന്ത്യ പോസ്റ്റ് റീംബേഴ്സ് ചെയ്ത് തരുന്നതാണ്. ഇന്ത്യ പോസ്റ്റുമായിട്ട് ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെൻ്റ് ഉള്ള കസ്റ്റമേഴ്സിനാണ് ഈ ഒരു COD ഫെസിലിറ്റി അവൈലബിൾ ആക്കിയിട്ടുള്ളത്. നമ്മൾ ഈ ഒരു COD കൺസൈൻമെൻറ്റ് റിസീവ് ചെയ്യുന്ന ആളുടെ അടുത്തുനിന്ന് 50,000 രൂപയിൽ കൂടുതൽ വരുന്ന എമൗണ്ട് ചാർജ് ചെയ്യപ്പെടുന്ന രീതിയിലായിരിക്കരുത് നമ്മളത് അയക്കുന്നത്. അതായത് ഇന്ത്യ പോസ്റ്റിന് പരമാവധി ഈ ഒരു ഓർഡറിനായിട്ട്, അതായത് COD ഓർഡറായിട്ട് നിങ്ങൾ അയക്കുന്ന കൺസൈൻമെൻറ്റിന് ഡെലിവറി ചെയ്യപ്പെടുന്ന ആളുടെ അടുത്തുനിന്ന് റിസീവ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് പരമാവധി 50,000 റുപ്പീസ് ആയിരിക്കും. ഇതിൽ തന്നെ നമ്മൾ അയക്കുന്ന ആർട്ടിക്കിൾസ്, കൂപ്പൺസോ അല്ലെങ്കിൽ ടിക്കറ്റ്സ്, സർട്ടിഫിക്കറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് COD ആയിട്ട് അയക്കാനായിട്ട് സാധിക്കുന്നതല്ല. പിന്നെ ബിസിനസ് കസ്റ്റമേഴ്സിന് ഈ ഒരു സ്പീഡ് പോസ്റ്റ് അക്കൗണ്ട് തുറന്നു എന്ന് വിചാരിച്ചിട്ട് COD അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി അല്ല. ഇതൊരു അഡീഷണൽ ഫീ ചാർജ് ചെയ്യപ്പെടുന്ന ഒരു ഫെസിലിറ്റിയാണ്. നമ്മൾ എത്ര എമൗണ്ട് ആണോ COD എമൗണ്ട് ആയിട്ട് കളക്ട് ചെയ്യപ്പെടുന്നത് അതിൻ്റെ 2% അല്ലെങ്കിൽ 50 രൂപയോ, ഇതിൽ ഏതാണ് ഏറ്റവും അധികം എന്ന് വെച്ചാൽ 5,000 രൂപ വരെ ഓർഡർ വാല്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റിന് ഇങ്ങനെയായിരിക്കും COD ചാർജസ് വരുന്നത്. 5,000 രൂപയ്ക്ക് മുകളിലാണ് കളക്ട് ചെയ്യപ്പെടുന്ന എമൗണ്ട് എന്നുണ്ടെങ്കിൽ 100 രൂപയും പ്ലസ് 1%, 5,000 രൂപയ്ക്ക് മുകളിൽ എത്ര എമൗണ്ട് ആണോ വന്നതെന്ന് വെച്ചാൽ അതിൻ്റെ 1% കൂടിയാണ് നമ്മൾ ഫീ ആയിട്ട് കൊടുക്കേണ്ടി വരിക. പിന്നെ കിട്ടുന്ന ഒരു ഓപ്ഷനാണ് ഓപ്പൺ കോർപ്പറേറ്റ് അക്കൗണ്ട് എന്നുള്ളത്. കോർപ്പറേറ്റ് കസ്റ്റമേഴ്സിന് അതുപോലെ തന്നെ റെഗുലർ കസ്റ്റമേഴ്സിനും സ്പീഡ് പോസ്റ്റ് കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ചില സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലുള്ളതാണ് നിങ്ങളുടെ പ്രിമൈസസിൽ വന്നിട്ട് അവർ നിങ്ങളുടെ ഓർഡേഴ്സ് എല്ലാം പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന സർവീസ്. പിന്നെ കൺവീനിയൻറ്റ് മന്ത്ലി ബില്ലിങ്സ് ആയിരിക്കും. സോ എവറി ഡേ നമ്മളിങ്ങനെ ബില്ലിംഗ് ചെയ്ത് അത് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. മന്ത്ലി ബില്ലിങ്സ് അവർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ മതിയാവും. പിന്നെ സെൻട്രലൈസ്ഡ് ബില്ലിംഗ് അണ്ടർ എ സിംഗിൾ നാഷണൽ അക്കൗണ്ട്, അക്കൗണ്ട് മാനേജ്മെൻറ്റ്, കോർപ്പറേറ്റ് ട്രാക്കിംഗ് ഫെസിലിറ്റി, വോളിയം ഡിസ്കൗണ്ട്, അതായത് അധികം അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ഡിസ്കൗണ്ട് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഓർഡേഴ്സ് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സ് കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ഈ ഡിസ്കൗണ്ട് സ്ട്രക്ചർ പോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് റേറ്റ് ഇന്ത്യ പോസ്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി ഇങ്ങനെ ഒരു സ്പീഡ് പോസ്റ്റ് അക്കൗണ്ട് ഇന്ത്യ പോസ്റ്റ് ത്രൂ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ബിസിനസ്സുകൾക്ക് ഒരു സ്പീഡ് പോസ്റ്റ് അക്കൗണ്ട് തുടങ്ങാനായിട്ട് ബേസിക് ആയിട്ടുള്ള ബിസിനസ് ലൈസൻസിൻ്റെ കോപ്പി വേണ്ടി വരും. പിന്നെ അതുപോലെ GST സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ വെരിഫിക്കേഷൻ പ്രൂഫായിട്ട് ആധാറോ അല്ലെങ്കിൽ പാൻ നമ്പറോ അങ്ങനെയുള്ള ഡോക്യുമെൻ്റ് ഏതെങ്കിലും സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇത്രയും കാര്യങ്ങൾക്ക് പുറമെ ഇവിടെ ഓപ്പൺ കോർപ്പറേറ്റ് അക്കൗണ്ടിൽ ഓപ്പൺ ആൻ അക്കൗണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന PDF ഫയലുണ്ട്. ഇത് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രിൻ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് ഇതും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അവിടെ. അപ്പോൾ ഈ ഒരു നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ഫോമിലെ ഡീറ്റെയിൽസ് വെച്ചിട്ട് അവരുടെ ഭാഗത്തു നിന്ന് അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ ഉണ്ടാവും. അത് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഉള്ള വെരിഫിക്കേഷൻ പോസ്റ്റ് ഓഫീസിൻ്റെ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് അവർ ചെയ്യുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ഫോമിലെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണ് എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവരത് വെരിഫൈ ചെയ്ത് അപ്രൂവൽ ചെയ്യുന്നതാണ്. ഇന്ത്യ പോസ്റ്റിൻ്റെ ഈ ഒരു അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അവരൊരു ബില്ലർ ID നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതിന് പുറമെ നിങ്ങളുടെ സ്പീഡ് പോസ്റ്റ് പാക്കേജസ് ഇനി അയക്കേണ്ട ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി അത് പ്രകാരമായിരിക്കണം നിങ്ങളുടെ കംപ്ലീറ്റ് പാക്കേജസ് നിങ്ങൾ സ്പീഡ് പോസ്റ്റ് ത്രൂ ഇന്ത്യ പോസ്റ്റ് വഴി അയക്കുന്നത്. ഇങ്ങനെ ഒരു സ്പീഡ് പോസ്റ്റ് അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ സ്പീഡ് പോസ്റ്റിൻ്റെ ഡെലിവറി ചാർജസ് എല്ലാം മുൻകൂട്ടി നിങ്ങൾക്കൊരു അക്കൗണ്ട് അവർ ഓപ്പൺ ചെയ്ത് തരുന്നതിൽ പേയ്മെൻറ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രകാരം ഡിഡക്റ്റായി സ്പീഡ് പോസ്റ്റിൻ്റെ ഡെലിവറി ചാർജസ് അതിൽ നിന്ന് ഈടാക്കപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. ഈ ഒരു സ്പീഡ് പോസ്റ്റ് അക്കൗണ്ട് വഴി നിങ്ങൾ COD ഓപ്ഷൻ അവൈൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ പോസ്റ്റ് കളക്ട് ചെയ്യുന്ന ഈ ഒരു COD എമൗണ്ടുകളെല്ലാം നിങ്ങൾക്ക് ചെക്ക് വഴിയായിരിക്കും അവർ ഇഷ്യൂ ചെയ്യുന്നത്.
അല്ലാത്ത പക്ഷം അത് മണി ഓർഡർ ആയിട്ട് ലഭിക്കുകയായിരിക്കും, നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അതിനകത്ത് മണി ഓർഡറിൻ്റെ ചാർജസും കൂടി വന്നതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുക.